ഇപ്പോൾ ഇറാൻ അതിശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ചിത്രത്തിൽ ഹിബ്രു ഭാഷയിലാണ് ഇവിടെ ടെക്സ്റ്റുകൾ എഴുതിയിട്ടുള്ളത്. ഈ കാണുന്നത് ഇസ്രയേലിന്റെ ടെല്ലവീവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ്. ആ നഗരത്തിന്റെ ചിത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊരു ഭംഗിയുള്ള, വളരെ മനോഹരമായ, ഇസ്രായേലിലെ ഏറ്റവും മനോഹരമായതും വലിയ ടവറുകൾ നിലനിൽക്കുന്ന കേന്ദ്രവുമാണിത്. ഇവിടെയാണ് ഇസ്രായേലിന്റെ എല്ലാ ബിസിനസ് സംവിധാനങ്ങളുടെയും ഹബ്ബായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു സാറ്റലൈറ്റിന്റെ സംവിധാനങ്ങൾ എന്താണ് എന്നറിയില്ല. എന്തായിരുന്നാലും വലിയ ഒരു ടൗൺഷിപ്പാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് രാമാട്ട് ഖാൻ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തിന്റെ മാപ്പ്, ആ ഒരു പട്ടണത്തിന്റെ മാപ്പാണത്. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ രാമാട്ട് ഖാനിലുള്ള മുഴുവൻ ആളുകളും വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ്. എവിടേക്കെങ്കിലും ഒഴിഞ്ഞു പോവുക എന്നല്ല, അത് പറഞ്ഞിരിക്കുന്നത് അവിടെയുള്ള 4ാമത്തെ റൂട്ട്, അതൊരു പ്രത്യേകമായ ഒരു വഴി ഇറാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ തന്നെ ആളുകൾ ഒഴിഞ്ഞു പോകണം, വളരെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇവിടെയുള്ള ആളുകൾക്ക് ഇറാൻ നൽകിയിരിക്കും. യഥാർത്ഥത്തിൽ ലോകത്തെ വൻ ശക്തിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ തുല്യതയില്ലാത്ത ശക്തി എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന ഇസ്രയേലിനോടാണ്, ഇസ്രയേലിലുള്ള ജനങ്ങളോടാണ് ഇപ്പോൾ ഇറാൻ ഇത്തരത്തിലുള്ള വാണിങ്ങുകൾ നൽകുന്നത് എന്ന് പറയുമ്പോൾ ഇറാന്റെ ശക്തി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പ്രസ്താവനകൾ, ഒരു വാണിംഗ് നൽകാൻ മാത്രം അതിശക്തമായ തിരിച്ചടികൾ ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അതിന്റെ കാരണം. ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ആളുകളോട് പെട്ടെന്ന് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇറാന്റെ അടുത്ത ടാർഗറ്റ് ഇതാകാനുള്ള സാധ്യതയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ വാർ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇറാനിലുള്ള നേതാക്കളെല്ലാം ഇപ്പോൾ എവിടെയോ ഒളിഞ്ഞിരിക്കുകയാണ് എന്നാണ്. മാത്രമല്ല, ഇന്ന് ട്രംപ് പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ഏതാനും ചില 5-8 നേതൃത്വത്തിന്റെ, ഇറാനിലുള്ള പ്രധാനപ്പെട്ട ചില ലീഡേഴ്സിന്റെ ഫോട്ടോകൾ വെച്ച് ഇവർ എവിടെയാണ് എന്ന് പറഞ്ഞു തരുന്ന ആളുകൾക്ക് $10 ലക്ഷം ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ആ ഒരു ഘട്ടത്തിലാണ് അത്ഭുതകരമായ ഒരു കാര്യം സംഭവിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഖുദ്സ് ഡേ ആയിരുന്നു. ഖുദ്സ് ഡേയുടെ ഭാഗമായി ഇറാനിൽ വലിയ രീതിയിലുള്ള പരിപാടികളെല്ലാം നടന്നിട്ടുണ്ട്. ആ പരിപാടികളിൽ ഇറാന്റെ ഏകദേശം വിദേശകാര്യമന്ത്രി ഇതാ, അവരുടെ പ്രസിഡന്റ് ഓഫ് റിപ്പബ്ലിക് ഇത് അവിടെ കാണുന്നു. അതുപോലെ ധാരാളം ലീഡേഴ്സ്, സ്പീക്കർ ഓഫ് പാർലമെന്റ് സ്പീക്കർ ഇത് അവിടെ കാണുന്നു. അതുപോലെ മിനിസ്റ്റർ ഓഫ് ഫിനാൻസ് ഉണ്ട്, മിനിസ്റ്റർ അഗ്രികൾച്ചർ ഉണ്ട്, മിനിസ്റ്റർ ഓഫ് ടൂറിസം ഉണ്ട്, ഇങ്ങനെ തുടങ്ങി. അതുപോലെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ഉണ്ട്. ഇറാന്റെ ഏകദേശം മന്ത്രിമാരെല്ലാം ഈ പൊതുപരിപാടിയിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു എന്നതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇറാൻ പറയുന്നത്, ഞങ്ങളുടെ ലീഡേഴ്സ് എല്ലാം ജനങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങളുടെ നേതാക്കളെല്ലാം ഇപ്പോൾ എബ്സ്റ്റീൻ ദ്വീപിലാണോ എന്ന് പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇറാൻ വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. ഇത് UAE-യിലുള്ള ഫുജൈറയിലാണ്. ഇറാന്റെ ആക്രമണങ്ങൾ നേരിട്ട് അത് കഴിഞ്ഞ ദിവസമാണ് അത് പുനർപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ അത് വീണ്ടും ഹിറ്റ് ചെയ്തു എന്ന വാർത്ത വരുന്നു. ആൻ ഇറാനിയൻ കാമിക്കേസ് ഡ്രോൺ സ്ട്രക്ക് എ ഫുജൈറ ഓയിൽ ഫെസിലിറ്റി ഇൻ ദി UAE-യിലുള്ള ഓയിൽ ഫെസിലിറ്റിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇത് 2ാമതും ഓപ്പറേഷൻ ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. ഇത്രയും ശക്തമായ രീതിയിലുള്ള തിരിച്ചടികളും ആക്രമണങ്ങളുമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് കഴിഞ്ഞ ദിവസം ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഖർഗ് എന്നറിയപ്പെടുന്ന ഒരു ദ്വീപ്, ഇറാന്റെ പരിസരത്തുള്ള ധാരാളം ദ്വീപുകളുണ്ട്, അതിൽ അവരുടെ എണ്ണ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്ന ദ്വീപിൽ ഒരു വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, ഈ രാത്രി ഇറാന്റെ നാശമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ആ ഒരു ദ്വീപിൽ ആക്രമണം നടത്തി എന്നതായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും വലിയ കാര്യമായി എടുത്തു പറഞ്ഞിരുന്നത്. സമാനമായ എത്രയോ റിഫൈനറികൾക്ക് നേരെ ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഹൈഫയിലും ഇസ്രായേലിന്റെ പല കേന്ദ്രങ്ങളിലും ആ എണ്ണ റിഫൈനറികൾക്ക് നേരെ, ഗ്യാസ് പ്ലാന്റുകൾക്ക് നേരെ നിരന്തരമായി ഇറാൻ ആക്രമണം നടത്തുകയാണ്. ഇസ്രായേലിൽ യുദ്ധത്തിന്റെ ആദ്യ ദിനങ്ങളിലൊന്നും ഉള്ള പോലെയല്ല ഇറാന്റെ മിസൈലുകൾക്ക് ഇപ്പോഴുള്ള അവിടുത്തെ സാഹചര്യം. പ്രതിരോധങ്ങളില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ, മിസൈലുകൾ വരുമ്പോൾ സൈറൻ പോലും മുഴങ്ങാതെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളിൽ ഹിറ്റ് ചെയ്തത് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ ദുഷ്കരമായ സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇസ്രായേൽ ഇതൊക്കെ സുരക്ഷിതമാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു രീതിയാണ് അവരുടേത്. അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ കാരണം എല്ലാം പ്രൊട്ടക്ട് ചെയ്യാം, അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ
പ്രൊട്ടക്റ്റഡ് ആയിരിക്കും എന്നാണ് അവർ വിചാരിച്ചത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ആക്രമിക്കപ്പെടുമെന്ന് അവർക്കറിയാം. പക്ഷേ അതിന്റെ തിരിച്ചടി എങ്ങനെ നൽകണമെന്നാണ് അവർ അതിനുവേണ്ടിയാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അവരുടെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സുകൾ ഇതൊന്നും പ്രതിരോധത്തിൽ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് ഇറാൻ അറിയാം. അവരുടെ എണ്ണ സംവിധാനങ്ങൾ അതിലേക്ക് കടക്കുമെന്ന് അവർക്കറിയാം. അതെല്ലാം ആക്രമിക്കപ്പെടുമെന്നും അതിനുള്ള ബദൽ സംവിധാനങ്ങളെല്ലാം ആദ്യമേ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇറാൻ. കാരണം ആക്രമിക്കപ്പെടില്ല എന്ന ചിന്തയിലായിരുന്നില്ല ഇറാനുള്ളത്. അതേസമയത്ത് ഇസ്രായേൽ അതിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഇതെല്ലാം സുരക്ഷിതമാണെന്ന് കരുതിയതായിരുന്നു. എന്നാൽ അവിടെയാണ് മിസൈലുകളുടെ പെരുമഴ ഉണ്ടാകുന്നത് എന്നതാണ് ഏറെ ഇസ്രായേലിനെയും അമേരിക്കയും ആശങ്കപ്പെടുത്തുന്നത്.